എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന PSC പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം. പ്രതിഫലനമാണ് വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്ത്? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം കൊല്ലേരു. കൊല്ലേരു തടാകമാണ് കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത്. മുതുകുളം പ്രസംഗം നടത്തിയതാര്? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. തോൽവിറക് സമരം നടന്ന ജില്ല. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥ. തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നതാണ് തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയുടെ പേര്. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. MGK മേനോനാണ് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? കാനഡ. കാനഡ രാജ്യത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം നിലകൊള്ളുന്നത്. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. നാഥുല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നാരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നാരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നാരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. BR അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം.
വികിരണം വഴിയാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആര്? ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ. എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന മല. എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. അമ്പുകുത്തിമലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി. ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത്. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കബനി. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി. ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി പെരിയാർ. പെരിയാർ നദിയാണ് ശിവഗിരിയിൽ നിന്നും ഉദ്ഭവിക്കുന്നത്. ശബ്ദമുണ്ടാകാൻ കാരണമാകുന്നത് ഭൗതിക വസ്തുക്കളുടെ. ശബ്ദമുണ്ടാകാൻ കാരണമാകുന്നത് ഭൗതിക വസ്തുക്കളുടെ എന്ത് മൂലമാണ്? കമ്പനം മൂലമാണ്. കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. കേരളത്തിലെ ആകെ നദികൾ. കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട്. വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ. ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ സി വി രാമൻ. സി വി രാമനാണ് ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ശരാവതി. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. 2008ലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 1950 മാർച്ച് 15നാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത്. വളയമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? വളയമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ശനി. ശനിയാണ് വളയമുള്ള ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം കോശം. കോശമാണ് ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ
നവോത്ഥാന നേതാവ്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട് എന്നാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്. മലബാർ കലാപം നടന്ന വർഷം ഏത്? മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. 1921 മലബാർ കലാപം നടന്നത്. ചിരിപ്പിക്കുന്ന വാതകം. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.